റോജിൻ ബാബാജി, ആദ്യം താങ്കളുടെ മേഖല എന്ന് പറയുന്നത് ജേർണലിസ്റ്റ് ആയിട്ടായിരുന്നു താങ്കളുടെ തുടക്കം. അപ്പോഴും താങ്കൾ സ്പിരിച്വൽ ആയിരുന്നിരിക്കാം, പക്ഷെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അങ്ങനെ ആയിരുന്നില്ല. പക്ഷെ ഇപ്പം തലം വേറെയാണ്. സത്യത്തിൽ എന്തെങ്കിലും ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ സമയത്ത് വളരെ വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ സ്പിരിച്വൽ ആയി പോയി എന്നതിനെ തുടർന്ന് പല രീതിയിലും പല അഭ്യൂഹങ്ങളും വരാൻ സാധ്യത കൂടുതലാണ്. എസ്പെഷ്യലി താങ്കൾ ഒരു മാധ്യമപ്രവർത്തകനായിരുന്നു. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു കുറച്ച് നാൾ മുമ്പ് വരെ. കാരണം എനിക്ക് ഫിനാൻഷ്യലി മോട്ടീവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട്. പാഷനേറ്റ് ആണെങ്കിൽ പോലും സാമ്പത്തികം വേണമെന്നുള്ള ചിന്തയിലായിരുന്നു. പക്ഷേ ഞാൻ കൺഫ്യൂഷനായിരുന്നു. സ്പിരിച്വലായിട്ട് നിൽക്കുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന ഒന്നാണ് കൺഫ്യൂഷൻ, സ്പിരിച്വൽ കൺഫ്യൂഷൻ. എന്ത്, എങ്ങനെ, ശരിയാണോ തെറ്റാണോ, എങ്ങനെയായിരിക്കും ഈ കൺഫ്യൂഷൻ. പല ആളുകളും ഇപ്പോഴും ഞാൻ പറയുന്നത് എന്താണെന്നോ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്നോ മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, മനസ്സിലാക്കിയ ആൾക്കാരുണ്ട്, അനുഭവമുള്ള ആൾക്കാരുണ്ട്. ഞാൻ വീണ്ടും വീണ്ടും എപ്പോഴും പറയുന്നതൊന്നും എൻ്റെ കഴിവല്ല. ഗായത്രിനെ എങ്ങനെയാണോ പ്രാർത്ഥിക്കാൻ, എങ്ങനെയാണോ മെഡിറ്റേഷൻ ചെയ്യുന്നത് ഞാൻ പഠിപ്പിക്കുന്നു. ബാക്കിയെല്ലാം ഗായത്രിയുടെ കഴിവാണ്, ഇതൊന്നും എൻ്റെ കഴിവല്ല. ഞാൻ എനിക്കതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ മെഡിറ്റേഷൻ ചെയ്താൽ എനിക്ക് കൊള്ളാം, ഗായത്രി ചെയ്താൽ ഗായത്രി കൊള്ളാം. ആ സമയത്തുണ്ടാകുന്ന ചില മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമല്ല, അതാണ് പൊതുവെ സംഭവിക്കുന്നുള്ളൂ. ഒരു ദിവസം ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ നിന്ന് ഒരു വൈകുന്നേരം സമയത്ത് ഒരു 6:30 ഭക്ഷണം കഴിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് ഒരു വളരെ ചെറുപ്പക്കാരനായൊരു യുവാവ് എൻ്റെ അടുത്തോട്ട് നടന്നു വരാം. അപ്പോൾ ഈ ഹോട്ടലും ബാറും ഒരുമിച്ചിരിക്കുന്നത് നമ്മുടെ കൊച്ചിയിലുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഫാമിലി റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഒന്ന് ഫുഡ് കഴിച്ചിട്ട് ഞാൻ തിരിച്ചിറങ്ങി വരാം. അതിൻ്റെ അപ്പുറം സൈഡിൽ ബാറാണ്. അപ്പോൾ ഈ പാർക്ക് ചെയ്തിരിക്കുന്നത് ഈ ഹോട്ടലിൻ്റെ മുന്നിലെ വണ്ടികളൊക്കെ. ഒരാളെ നടന്നു ചോദിച്ചു, താൻ മറ്റേ ചാനൽ ചെയ്യുന്നതല്ലേ? ഞാൻ പറഞ്ഞു അതേ ചേട്ടാ. ആ, ചെയ്യുന്ന ആളാണല്ലേ, എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു എന്താണ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അതല്ല കായൽ എങ്ങനെ പോകുന്നു, താൻ പറഞ്ഞതിൽ അർത്ഥമുണ്ടോ, ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ലേ? ഞാൻ പറഞ്ഞു ശരി ചേട്ടാ, കുഴപ്പമൊന്നുമില്ല. താനൊരു കാര്യം ചെയ്യും, ഫ്രീ ആണ്, ഈ വണ്ടിയുടെ അകത്തോട്ടൊന്ന് കയറിയിരിക്കും, നമുക്ക് അതിൻ്റെ അകത്തോട്ട് സംസാരിക്കാം. ഒരാൾ നമുക്ക് ഒരു പരിചയമില്ലാത്തൊരു വ്യക്തിയാണ്. എനിക്ക് മനസ്സിലായി ആൾ മദ്യപിച്ചിട്ടുണ്ട്, അത്യാവശ്യം മദ്യപിച്ചിട്ടുണ്ട്, വലിയ പ്രശ്നമൊന്നുമില്ല, എന്നാലും നോർമലായിട്ട് നിൽക്കുന്നത്. ഞാൻ ഇല്ലാത്ത താല്പര്യമില്ല. അന്ന് താല്പര്യമില്ലാത്ത അതിനകത്തോട്ട് വാ, താൻ ഇങ്ങനെ ചാനലിനകത്തിരുന്ന് എന്തൊക്കെയോ ഇരുന്ന് പറയുന്നുണ്ടല്ലോ, ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം, താനെ ഉത്തരം പറ. ഞാൻ എന്തിന് വൈകുന്നേരം നമ്മളെന്തോ, ഞാൻ എന്തിനു ചേട്ടൻ എനിക്കൊന്നും പറയാനില്ല എൻ്റെ അകത്ത്, വിട്ടേക്കെന്ന് പറഞ്ഞു. അങ്ങ് വാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മാറിക്കിടാന്ന് പറഞ്ഞു. നിനക്ക് എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ നീ വായിച്ച് മനസ്സിലാക്കി പഠിച്ച് അതിന് ഉത്തരം കണ്ടെത്താം. നീ വരുമ്പോൾ ചോദ്യം പറയേണ്ട ഉത്തരവാദിത്തം എനിക്കില്ല. ഞാനങ്ങ് ഇറിറ്റേറ്റഡായി. ഇവൻ എൻ്റെ അടുത്ത് അങ്ങ് ദേഷ്യപ്പെടാൻ തുടങ്ങി. അവിടെ നിന്നിട്ട് ഒറ്റയ്ക്കാ, ഞാൻ ഒന്നും മിണ്ടുന്നില്ല. എനിക്ക് തോന്നുന്നു അവൻ ലോക്കലാന്ന് തോന്നുന്നു, ആ പരിസരത്ത് എവിടെയുള്ള വ്യക്തിയെന്ന് തോന്നുന്നു. ഞാൻ ഒന്നും മിണ്ടാതെ എനിക്കങ്ങനെ ആൾക്കാർ മൊത്തം കൂടാ, ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. നമ്മൾ വേറെ എന്തോ കാര്യത്തിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ ഈ വ്യക്തി എന്നെ കണ്ടപ്പിക്കാൻ ഇറിറ്റേറ്റഡ് ആവാം. എൻ്റെ കാരണത്തേക്കൊക്കെ പിടിച്ച് വലിച്ചു കയറ്റാൻ ശ്രമിക്കുക. എങ്ങനെ പുറത്തേ നിന്നിട്ട് ഞാൻ നിന്ന്, നമ്മളപ്പം തന്നെ വിളിക്കുന്നത് ഈശ്വരനെ ആയിരിക്കുമല്ലോ. ക്ഷമ തരണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കാരണം ക്ഷമ ഒട്ടും ഇല്ല. അതിനിടയ്ക്ക് നമ്മൾ ഈ ക്ഷമ ഉണ്ടാക്കിയെടുക്കണം. ശിവഭാവത്തിലോട്ടൊക്കെ നമ്മളങ്ങ് പോയി കളയും, ഉഗ്രഭാവത്തിലോട്ടൊക്കെ ഈ സമയത്ത്. ഞാനിങ്ങനെ കുറച്ചേരം അവനിങ്ങനെ നോക്കിയിട്ട് ശരി കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ നടന്നങ്ങ് പോയിട്ട് പിറ്റേ ദിവസം ആ ഹോട്ടലിലുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുക, ചേട്ടാ നിങ്ങൾ ഇന്നലെ രാത്രിയുമായിട്ട് ഒരാളുമായിട്ട് അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു, എന്താണ് പ്രശ്നം? എനിക്കറിയാൻ പാടില്ല എന്താ പ്രശ്നം. പുള്ളി കുറേ നേരം വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ചൂടായി ദേഷ്യപ്പെട്ടു. ഞാനൊന്നും മിണ്ടിയില്ല, പോയി. നിങ്ങൾ പോയി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുള്ളി അവിടെ നിലത്ത് വീണ് രാവിലെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. പുള്ളി ബോധം കിട്ടി വീണു അവിടെ. പുള്ളിയുടെ കാറും പുള്ളിയും അവരെല്ലാവരും എടുത്ത് കാറിനവിടെ കൊണ്ട് കിടത്തി. പുള്ളി അവിടെ നിന്ന് രാവിലെ എഴുന്നേറ്റ് പോയി. ഇതെന്താ സംഭവിക്കുന്നത്? ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് സ്പിരിച്വലായിട്ട് നിൽക്കുന്ന ആൾക്കാരെ ഇറിറ്റേറ്റ് ചെയ്യരുത്. നിങ്ങൾ ഇറിറ്റേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് പണി കിട്ടും. ഇത് നമ്മൾ ശപിക്കണോ, നമ്മൾ ഇതൊന്നും ചെയ്യണല്ല, അതങ്ങനെയാ. ഇതുപോലെ തന്നെയാണ്. ഇപ്പം ഞാനിപ്പോൾ സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ തന്നെ ഇതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരും, ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്താൽ നമുക്ക് പണി കിട്ടും. നമ്മുടെ കാര്യം നോക്കി അങ്ങ് പോവുക. അവർ സ്പിരിച്വൽ ആവുന്നത് നമ്മൾ എന്തിനു കളിയാക്കാൻ നിൽക്കുന്നത്? നമുക്ക് ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവാത്തത് കൊണ്ട് എൻ്റെ തെറ്റല്ല. ഞാൻ പറയുന്നത് മറ്റൊരു തലത്തിൽ നിൽക്കുന്ന കുറച്ച് ബോധമുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വിഷയങ്ങളാണ്. ഞാൻ പറയുന്നതിൽ ഒരുപാട് തെറ്റുണ്ട്. കാരണം എന്താ, ഞാൻ പറയുന്നത് 3, 4, 5 ഡയമെൻഷനിൽ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റുകളാണ്. ഇപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ പോലും ഇതിന് ശരിയും തെറ്റും ലോജിക്കലും സയൻറ്റിഫിക്കലുമായിട്ടുള്ള ഒരുപാട് വശങ്ങളുണ്ട്. ഞാൻ ഈ വശങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഈ വശങ്ങൾ പറയുന്ന ആളുകൾക്ക് അത് ശരിയാണ്. ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ
മറ്റൊരു വ്യക്തിക്ക് സയൻറ്റിഫിക്കലി സംസാരിക്കാം, അതും ശരിയാണ്. ഞാൻ പറയുന്ന ആ ഡയമെൻഷനിലല്ല. ഞാൻ പറയുന്നത് വളരെ സാധാരണക്കാർക്കായ മനുഷ്യർക്ക് വളരെ സിമ്പിളായിട്ട് പൈസ മുടക്കില്ലാത്ത റിയൽ ആയിട്ടുള്ള സ്പിരിച്വാലിറ്റിയോട് എങ്ങനെ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ പ്രണയഭക്തി എങ്ങനെ കൂട്ടാൻ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളെ പറ്റി പറയുന്നത്. എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് സംസാരിക്കാറുണ്ട്, ദേഷ്യപ്പെടാറുണ്ട്, ചീത്ത വിളിക്കാറുണ്ട്. നീ എവിടെ നിന്നാണ് വരുന്നത്, നീ എന്താ ചെയ്യുന്നത്, നീ ആരാണ്, നീ എന്തിനാ ഇത് പറയുന്നത്, നീ എന്തിനാണ് കുരിശിട്ടിരിക്കുന്നത്, നീ എന്തിനാണ് ചന്ദനക്കുറി ഇട്ടിരിക്കുന്നത്, നീ എന്തിനാണ് രുദ്രാക്ഷമല എടുത്ത് കയ്യിലിട്ടിരിക്കുന്നത്, എന്തിനാണ് കാലിൽ വളയിട്ടിരിക്കുന്നത്. ഞാൻ ആരെങ്കിലും ഉപദ്രവിക്കാൻ പോകുന്നുണ്ട് ഗായത്രി എന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ എൻ്റെ നല്ലൊരു പ്രൊഫഷൻ കളഞ്ഞിട്ട് വന്ന് നിൽക്കുന്ന കാരണം ഞാൻ തേടുന്നതെല്ലാം സമാധാനം, സന്തോഷം, ഇത്രയേ ഉള്ളൂ. എൻ്റെ മോട്ടീവ്. അപ്പുറത്തോട്ട് എനിക്കൊന്നുമില്ല. ഇപ്പം ഞാൻ സ്പിരിച്വലായിട്ടൊന്നും വേണ്ട, ദൈവത്തിനോട് ഒന്നും കിട്ടാൻ ഞാൻ പറഞ്ഞിട്ട് വേണ്ട. പക്ഷേ എനിക്ക് ചില കാര്യങ്ങൾ പറയാൻ തോന്നുന്നു, ഞാൻ ആ കാര്യങ്ങൾ പറയുന്നു. ഞാൻ ജോലിയും കൂലിയില്ലാതെ തെണ്ടി തിരിഞ്ഞ് നടന്ന ഒരുത്തനൊന്നല്ല. ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും മനോഹരമായി ഏറ്റവും അടിപൊളിയായിട്ട് ജീവിച്ച് ഈ മേഖലയിലോട്ട് കടന്നൊരു വ്യക്തിയാണ്. ഞാൻ പറയുന്നത് കൃത്യമായി ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിനൊരു ഗുണമുണ്ടാവും. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇതേ കാര്യങ്ങൾ ഫോളോ ചെയ്ത് ജീവിച്ച ഒരാളാണ് ഞാൻ നല്ലവനല്ല. ഞാൻ വീണ്ടും അങ്ങനെ തന്നെ പറയുന്നു, ഞാൻ നല്ലവനല്ല. എനിക്ക് എൻ്റേതായ തെറ്റുകൾ, എനിക്ക് എൻ്റേതായ മിസ്റ്റേക്കുകൾ, എനിക്ക് എൻ്റേതായ എല്ലാ പ്രശ്നങ്ങളും ഇപ്പോഴും കൊണ്ടു നടക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഇതിനെയെല്ലാം അടച്ച് പൂട്ടി ഒരു പെട്ടിയിലാക്കി താഴിട്ട് പൂട്ടുന്ന ആ പൂട്ടും താക്കോലുമാണ് സ്പിരിച്വാലിറ്റി. ആ പെട്ടി ഇപ്പോഴും എനിക്ക് അവിടെ ഉണ്ട്, എൻ്റെ സ്വന്തമായിട്ട്. ആ പെട്ടി എപ്പോഴും തുറന്ന ഈ സാധനം മൊത്തം പുറത്തോട്ട് ചാടും. അപ്പം ഞാൻ ചിലപ്പോൾ അഗ്രസീവ് ആവും, ഞാൻ ഏത് ക്യാരക്ടറോട് വേണമെങ്കിലും ആവും. ഈ സാധനത്തെ അടക്കി വെക്കുക എന്നുള്ളതാണ്. കാരണം ഇത് മരണം വരെയും ഈ പൂട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഈ താക്കോല് ഇവർ നമ്മൾ കൊണ്ടെടുക്കണം. ഈ താക്കോൽ എന്ന് പറയുന്നത് നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യാൻ വരികയോ നമ്മളെ ദ്രോഹിക്കുകയോ നമ്മളെ ബുദ്ധിമുട്ടുണ്ടാക്കുകയോ ചെയ്ത് കഴിയുമ്പോൾ ഈ താക്കോലിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. എന്നിട്ട് അതിനകത്ത് ഓരോ പഴയ വേഷങ്ങളും നമ്മുടെ അണിയാൻ തുടങ്ങും. ഇതെല്ലാം നമ്മൾ ഊരി വെച്ചേക്കാം. മനസ്സിലാവുന്നുണ്ടോ? നമ്മളെ സംബന്ധിച്ച് നമുക്ക് എന്ത് വേണം? നമ്മളെ സംബന്ധിച്ച് നമുക്കിത് സമാധാനം വേണം. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കണം, കിടന്ന് ഉറങ്ങണം, രാവിലെ ഒന്ന് സുഖമായിട്ട് എഴുന്നേക്കണം. ഇതിൻ്റെ അപ്പുറത്തോട്ടുള്ള ലക്ഷറി ലൈഫൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്ന്. ബാക്കിയുള്ളതെല്ലാം നമ്മൾ മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കില്ല എന്ന് തോന്നുന്ന കൺസെപ്റ്റുകൾ മാത്രം. സ്പിരിച്വലായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നേരിട്ടേ പറ്റൂ. അതല്ലാതെ നമുക്കിതിന് ഒളിച്ചോടാനോ അല്ലെങ്കിൽ നമുക്കിതിന് രക്ഷപ്പെടാനോ പറ്റില്ല. ഓരോ വ്യക്തികളും സ്പിരിച്വൽ ആകുമ്പോൾ ഓപ്പോസിറ്റ് നമുക്കൊരു ശത്രു ഇരിക്കും. ഇല്ല, പലരും ഇപ്പം ഈ സ്പിരിച്വലായി എന്ന് പറഞ്ഞില്ലേ, ചേട്ടൻ ഒരു ജേർണലിസ്റ്റ് കൂടിയായിരുന്നു. അപ്പോൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ചേട്ടൻ ജേർണലിസ്റ്റ് തന്നെയായിരുന്നു മുൻപ് തൊട്ടിട്ടെ. ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവരായിരിക്കും ആ ചേട്ടൻ്റെ സഹപ്രവർത്തകരും കൂട്ടുകാരും ഒക്കെ. ഇവരുടെ ഇടയിൽ പെട്ടെന്ന് ചേട്ടൻ സ്പിരിച്വാലിറ്റിയിലേക്ക് കിടക്കുമ്പോൾ പല മോശമായിട്ടുള്ള രീതിയിലുള്ള വാക്കുകൾ കൊണ്ടിട്ടാണെങ്കിലും ഒക്കെ നമ്മളെ വേദനിപ്പിക്കുന്നവരൊക്കെ ഉണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും എന്തോരം ആൾക്കാരാണ് വരുന്നത്. ഇപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എന്താ, എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഒരുപാട് ഫേസുകളുണ്ട്. ഞാൻ സ്പിരിച്വൽ ഫേസിൽ ജീവിക്കുന്ന ഒരാളാണ്. എൻ്റെ ഒരു പ്രൈവറ്റ് ഒരു സ്പേസ് എനിക്കുണ്ട്, ഒരു ഫേസ് ഉണ്ട്. അതിൻ്റെ അപ്പുറത്തോട്ട് എനിക്ക് ഓരോ ഫേസ് എനിക്കുണ്ട്. കാരണം എന്താ, ഈ ഫേസിലാണ് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഇറ്റ്സ് എ റിയാലിറ്റി. എൻ്റെ സ്പിരിച്വൽ ഫേസ് എന്ന് പറയുന്നത് എൻ്റെ വളരെ സീക്രട്ടായിട്ടുണ്ടായിരുന്ന ഒരു ഫേസാണ്. ഒരു മനുഷ്യന് പോലും എന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ലായിരുന്നു കുറച്ച് നാൾക്ക് മുൻപ് വരെ. അത്രയും സീക്രട്ടായിട്ട് ഞാൻ നടന്നുകൊണ്ടിരുന്നത്. കാരണം എന്താ, എൻ്റെ കൂടെ നിൽക്കുന്ന ആളൊന്നും സ്പിരിച്വൽ അല്ല. ഞാൻ ഇവരുടെ സ്പിരിച്വൽ കഥ പറയുന്നതിൻ്റെ അർത്ഥമില്ല. ഇവരുടെ എല്ലാം സ്പിരിച്വാലിറ്റി മറ്റു പല സ്പിരിച്വാലിറ്റി 1/2 മണിക്കൂർ 1 മണിക്കൂർ അമ്പലത്തിൽ അവിടെ പോയി നിന്ന് പള്ളിയിലോ പോയി നിന്ന് വാ നോക്കി വരുന്ന സ്പിരിച്വാലിറ്റി അതല്ലായിരുന്നു എൻ്റെ സ്പിരിച്വാലിറ്റി. ഞാൻ അങ്ങനെ അമ്പലത്തിലോ പള്ളിയിലോ പോകുന്നൊരു വ്യക്തിയല്ല. എൻ്റെ ഡിഫറൻറ്റാണ്. ഞാൻ ചിന്തിക്കുന്നതും ഞാൻ ചോദിക്കുന്നതായിട്ടുള്ള ഒരു ചോദ്യങ്ങൾക്കും എനിക്ക് ഇന്ന് വരെ ഒരു സ്പിരിച്വൽ ആൾക്കാർ എനിക്ക് ഉത്തരം തന്നിട്ടില്ല. ഒരു പള്ളിയിലച്ചന്മാർ എനിക്ക് ഉത്തരം തന്നിട്ടില്ല. അപ്പം തൊട്ടുള്ള സംശയമാണ്. അത് ഏത് പ്രായത്തിൽ മുതൽ 6-7 വയസ്സ് തൊട്ട് ഉണ്ടായിരുന്ന സംശയമാണ് എനിക്ക്. ആ സംശയങ്ങളെല്ലാം തീർന്നത് ഞാൻ കൃത്യമായ ഒരു ഹിന്ദു മതത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു മെഡിറ്റേഷൻ പ്രോസസ്സ്. ഈശ്വരൻ, കൃഷ്ണൻ ആരാണ്, ഭഗവാൻ ആരാണ്, ദേവി ആരാണ്, ഈ ചൈതന്യം ആരാണ്, ഇതെല്ലാം എന്താണ്, ഇതെല്ലാം നമ്മളുമായി എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു, ഇതെല്ലാം നമ്മളെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്, ഇതെല്ലാം നമ്മളെങ്ങനെ സഹായിക്കുന്നു, നമ്മുടെ കർമ്മം എന്താണ്, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല തുടങ്ങിയിട്ടുള്ളൊരു ബോധം വന്നത് ഞാൻ ഈ മേഖലയിലോട്ട് കടന്ന് എൻ്റെ ഗുരു സാന്നിധ്യം എനിക്ക് വന്നതിന് ശേഷമാണ്. വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ, ഞാൻ ഇങ്ങനെയല്ല ജീവിക്കേണ്ടത്, ഞാൻ ഇതുവരെ ജീവിച്ച മണ്ടത്തരോ. അപ്പോൾ ഇത് ഞാൻ പറയുമ്പോൾ, ഞാൻ അനുഭവിച്ചു പോയ കാര്യങ്ങൾ പറയുമ്പോൾ ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താ, അവർ വന്നിരിക്കുന്ന ടിപ്പിക്കലി ആയിട്ടുള്ള ശൈലി എന്ന് പറയുന്നതല്ല. അതല്ലെങ്കിൽ എന്നെപ്പോലെ ഇതുപോലെ പറഞ്ഞിട്ട് മറ്റുള്ളവരെ പറ്റിച്ച ഒരുപാട് പേര് ഒരു പക്ഷേ ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ എൻ്റെ അടുത്തോട്ടൊന്നും വരാൻ പറയുന്നില്ല. ഞാൻ പറയുന്ന കാര്യം നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഫോളോ ചെയ്താൽ മതി. എന്നെ ഫോൺ ചെയ്യുക പോലും ചെയ്യണ്ട, എന്നെ വിളിക്കണ്ട. മനസ്സിലാവുന്നുണ്ട്? നിങ്ങളത് ചെയ്ത് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനകത്ത് റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങളത് കണ്ടിന്യൂ ചെയ്ത് പോകും. അതിൻ്റെ അപ്പുറത്തോട്ട് നമ്മളൊരു ബിസിനസ് നടത്തുമ്പോഴല്ലേ ഇവിടെ പ്രശ്നം. എൻ്റെ പല സ്പിരിച്വൽ ആക്ടിവിറ്റികളും സ്റ്റോപ്പ് ചെയ്തേക്കാം. ആയതിരിക്കാൻ അറിയാം, എന്നെ വിളിച്ചാൽ കിട്ടില്ല, എന്നെ വിളിച്ച് സംസാരിക്കാൻ പറ്റില്ല, എനിക്ക് മെസ്സേജ് ഞാൻ റിപ്ലൈ കൊടുക്കുന്നില്ല, എൻ്റെ ക്യാമ്പുകളുടെ അതെല്ലാം ക്യാൻസൽ ചെയ്ത് വെച്ചേക്കാം. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ അടുത്ത ഫേസിലോട്ട് പോവുക.
എനിക്ക് വലിയൊരു ഉദ്യമമുണ്ട്, എനിക്ക് വലിയൊരു സ്വപ്നമുണ്ട്, ഞാൻ അതിലോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊന്നും എൻ്റെ ഭാഗമല്ല. ഇനി ഒരുപാട് ഈ പറഞ്ഞ അമ്പുകളും ഈ പറയുന്ന ഒരുപാട് കുറ്റങ്ങളും ഏറ്റാൽ ഞാൻ ഏക്കാൻ തയ്യാറാണ്. ഇപ്പം ഞാൻ ഈ കഴുത്തിലിട്ടിരിക്കുന്ന ജീസസ് ക്രൈസ്റ്റ്, പുള്ളി സുഖകരമായിട്ട് മരിച്ച ആളൊന്നല്ല. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിൻ്റെ പുത്രനാണ് ജീസസ് ക്രൈസ്റ്റ്. പുള്ളി എങ്ങനെ മരിച്ചേ? കള്ളനാക്കപ്പെട്ടു, വൃത്തികെട്ടവനാക്കപ്പെട്ടു, കുരിശിൽ കയറ്റി ചാട്ടവാറിനടിച്ച് കുന്തത്തിന് കുത്തി തല്ലിക്കൊന്നു. ഓക്കെ, സ്പിരിച്വലായിട്ട് നിൽക്കുന്ന ഏതൊരു വ്യക്തിയും മര്യാദയ്ക്ക് മരിച്ചിട്ടുള്ളത്? പുണ്യാളന്മാർ, ക്രിസ്ത്യാനിറ്റിയിൽ പുണ്യാളന്മാർ എടുത്തോ, അവരെങ്ങനെ മരിച്ചിട്ടുള്ളത്? ഇനി അതല്ല വേണ്ട, ഓരോ ആളുകളും എങ്ങനെ മരിച്ചിട്ടുള്ളത്? മരിക്കുക എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം ഞാൻ ദൈവത്തിന് എന്നാണോ കൊടുക്കാൻ പറ്റുന്നത്, കാരണം അത് ആ ശരീരം തന്നെ എനിക്ക് ദൈവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ശരീരത്തിൻ്റെ സുഖത്തിന് വേണ്ടി നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഈ ശരീരം എനിക്ക് ആവശ്യമില്ല, നീ എടുത്തോ എന്ന് പറഞ്ഞ് നിൽക്കുന്നതാണ് എൻ്റെ സ്പിരിച്വാലിറ്റി. അങ്ങനെ നിന്ന മനുഷ്യരാണ്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ ശരീരമല്ല ഞാൻ, ശരീരമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന ഞാൻ. മനസ്സിലാകുന്നില്ല? എൻ്റെ ശരീരത്തിന് 100 ആവശ്യങ്ങളുണ്ട്, അത് ഞാൻ നടത്തും. പക്ഷേ എൻ്റെ ശരീരമല്ല ഞാൻ. ആ ബോധം വ്യത്യസ്തമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വൽ മേഖലയിൽ നിൽക്കുന്ന എല്ലാ ആളുകളുടെയും അവസാനം ശരീരത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശമായ അവസ്ഥയാണ്, ഏറ്റവും മോശമായ മരണമായിരിക്കും സംഭവിക്കുന്നത്. പക്ഷേ അവരുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം, ആത്മാവ് എന്ന് പറയുന്നത് ഏറ്റവും പവർഫുള്ളായിട്ടായിരിക്കും നിൽക്കുന്നത്. മനസ്സിലാവുന്നില്ല? ഇതാണ് സാധനം. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെയിൻ അല്ലെങ്കിൽ നമ്മുടെ ഒറ്റപ്പെടൽ അല്ലെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥ, നമ്മുടെ എന്തെങ്കിലും ഡിഫറൻറ്റ് അല്ലെങ്കിൽ നമുക്കൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള സിസ്റ്റം, ഇതൊന്നും നമുക്ക് ഈ സ്പിരിച്വൽ മേഖലയിൽ ഉണ്ടാവില്ല. നിങ്ങളത് പ്രതീക്ഷിച്ച് വരാൻ വേണ്ട. ഒറ്റപ്പെട്ട് നമ്മൾ വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ് നിന്ന നിപ്പിലെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നത്? ഉറപ്പായിട്ട് നഷ്ടപ്പെടും. അതായത് നമ്മളൊരു കാട്ടിലോട്ട് കയറാം, നമുക്ക് ആരുമില്ല നമ്മളെ സഹായിക്കാൻ. വീട്ടുകാരില്ല, നാട്ടുകാരില്ല, കൂട്ടുകാരില്ല, ബന്ധുക്കാരില്ല, ആരുമില്ല. നമ്മളൊരു കാട്ടിൽ ഒറ്റപ്പെട്ടു പോയി നമ്മൾ ഭയങ്കരമായിട്ട് പേടിച്ച് വിറച്ച് നിൽക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ നമ്മുടെ ഈശ്വരൻ വന്ന് പ്രത്യക്ഷപ്പെടാം. അപ്പം നമുക്കുണ്ടാകുന്നൊരു അനുഭൂതി, അപ്പം നമുക്കുണ്ടാകുന്നൊരു സന്തോഷം, അപ്പം നമുക്കുണ്ടാകുന്ന കാര്യങ്ങൾ. അതിന് മുമ്പ് നമുക്കുണ്ടായിരുന്ന പെയിനാണ്. കാരണം ആ കാട്ടിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോയി. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്നത്. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഒറ്റപ്പെടുന്നു, നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഒറ്റപ്പെടുന്നു, നമ്മുടെ സൗഹൃദ വലയങ്ങളിൽ നമ്മൾ ഒറ്റപ്പെടുന്നു, തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലയും നമ്മൾ ഒറ്റപ്പെട്ടിട്ട് അവസാനം നമ്മളൊരു അൾട്ടിമേറ്റ് ആയിട്ടൊരു പവറിൻ്റെ മുന്നിൽ പോയി നമ്മളിങ്ങനെ നിൽക്കുക. ആ പവറുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുക. സ്പിരിച്വാലിറ്റി ഇതിൽ നിന്നായിരിക്കും നമുക്ക് ആനന്ദവും സന്തോഷവും എല്ലാം ജനറേറ്റ് ചെയ്യുള്ളൂ. അതെ, നന്ദി ചേട്ടാ.